കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റുമിച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അവിടത്തേക്ക് ഫുഡ് കൊണ്ടുപോകണേ, അതായത് ഉച്ചയ്ക്കത്തെ ഫുഡ്. അപ്പോൾ അതുകൊണ്ടിട്ട് രാവിലെ തന്നെ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ വന്ന് അടുക്കളയിലേക്ക് കയറിയതാണ് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ചായക്കൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ഇനിയിപ്പോൾ ദോശയും കടലക്കറി ആക്കാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ കടലക്കറി വെച്ചു. പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടുമല്ലോ, അതുകൊണ്ട് വലിയ ഒരു മെനക്കേടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ അരിഞ്ഞ് മെനക്കേടേണ്ട ആവശ്യമില്ല. അങ്ങനെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചു കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ചിരവിയിട്ട് അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉമ്മ പറഞ്ഞ് നമുക്കിന്ന് പരിപ്പും അതുപോലെ തക്കാളിയും കൂടെ ചാറ് വെക്കാമെന്ന്. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അഫിക്ക് പോകാൻ സമയമായപ്പോഴേക്കും ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ്. അപ്പം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്തിരിങ്ങയാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു 3 ദോശ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലക്കറിയും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ അവനെ ഒന്ന് കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് റെഡിയാക്കി നിർത്തി. അപ്പോൾ ഇക്ക എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ആ കൂടെ അവനെ പറഞ്ഞു വിടാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ അവനെ കുളിപ്പിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മയാണെങ്കിൽ വാരി കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നിധിക്കുട്ടി ഇതേ പോയിട്ട് പച്ചമുളകൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയൊക്കെ മൊത്തം ഇങ്ങനെ നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒതുക്കി പെരയ്ക്കാവ് മൊത്തം ഒന്ന് അടിച്ചു വാരി എല്ലാം റെഡിയാക്കി പിന്നെ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്തതിന് ശേഷം അപ്പോഴേക്കും ഉച്ചയായിട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ എല്ലാം ഒന്ന് പാക്ക് ചെയ്തു. അവർക്ക് 2 പേർക്കുള്ള, ഉമ്മച്ചിയാണ് അവിടെ നിൽക്കുന്നത്, അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള ചോറും പിന്നെ കറികളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പപ്പടമൊക്കെ പൊരിച്ച് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഉടുമ്പന്നൂർ വന്നിരിക്കുന്നതാണ് കേട്ടോ, ബസ് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ അവിടെ പോയിട്ട് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡൊക്കെ എടുത്ത് കൊണ്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇക്കാടെ കൂടെ പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ബസ്സിന് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മളിവിടെ എത്തി, ഇതേ ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ ഇതേ മറ്റുമിച്ചിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ ഇക്കായും മറ്റുമിച്ചിയും ഉമ്മിച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവരുടെ കൂടെ നിന്നു. പിന്നെ അവർക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടാണ് കേട്ടോ തിരിച്ച് വന്നത്. തിരിച്ച് വരുന്ന വഴി അഫിയുടെ സ്കൂൾ വിടാനൊരു 15 മിനിറ്റൊക്കെ താമസം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവനെ അവിടെ നിന്ന് വിളിച്ചു. പിന്നെ പോകുന്ന വഴി ചായക്ക് കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾ ചായ കുടിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.